നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ ന്യൂ SCERT സോഷ്യൽ സയൻസ് 1ലെ 4ാമത്തെ ചാപ്റ്ററാണ്, സമ്പത്ത് ലോകം എന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ എടുത്തു അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിലുണ്ട്. എല്ലാം ഇതുവരെ എടുത്ത ക്ലാസ്സുകളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഭൂമിശാസ്ത്രപരമായ പര്യവേക്ഷണങ്ങളും അതുവഴി ഉണ്ടായിട്ടുള്ള അനന്തരഫലങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി ഇവിടെ നമുക്കൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ മാപ്പിൽ വിവിധ ഭൂഖണ്ഡങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങൾ സ്ഥാപിച്ച കോളനികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് കണ്ടെത്തി എഴുതാനാണ് പിന്നെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എടുക്കാനുള്ളത് മെർക്കന്റലിസമാണ്. മെർക്കന്റലിസം എന്താണ് നോക്കാം. ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. 1499 ഇന്ത്യയിൽ നിന്ന് മടങ്ങിയെത്തിയ വാസ്കോഡ ഗാമക്ക് മാനുവൽ രാജാവും രാജ്യസഭയും മികച്ച സ്വീകരണം നൽകുന്ന വേളയിൽ രാജ്യസഭയിലെ ഒരു അംഗമായ വിമിയോസോ പ്രഭു വാസ്കോഡ ഗാമയോട് ചോദിച്ചു, ഇന്ത്യയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചരക്കുകൾ ലഭിക്കും? പകരം ഇന്ത്യക്കാർക്ക് എന്താണ് വേണ്ടത്? കുരുമുളക്, കറുവപ്പട്ട, ഇഞ്ചി, കുന്തിരിക്കം, കസ്തൂരി എന്നിവ ഇന്ത്യയിൽ നിന്ന് ലഭിക്കുമെന്നും സ്വർണം, വെള്ളി, വെൽവെറ്റ്, സ്കാർലറ്റ് തുണി എന്നിവയാണ് പകരം ഇന്ത്യക്കാർക്ക് വേണ്ടതെന്നും വാസ്കോഡ ഗാമ മറുപടി പറഞ്ഞു. തുടർന്ന് പ്രഭു ഇങ്ങനെ പ്രതികരിച്ചു, അങ്ങനെയെങ്കിൽ അവർ നമ്മളെയാണ് കണ്ടുപിടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതാണ് വാസ്കോഡ ഗാമയും വിമിയോസോ പ്രഭുവും തമ്മിലുള്ള സംഭാഷണം. അപ്പോൾ ഇവിടെ വിമിയോസോ പ്രഭു പറയുന്നുണ്ട് എന്ത്, അങ്ങനെയാണെങ്കിൽ അവർ നമ്മളെയാണ് കണ്ടുപിടിച്ചത് അല്ലേ. നമ്മൾ പറയുന്നത് എന്താണ്, പോർച്ചുഗീസുകാർ ഏഷ്യ അല്ലെ ഇന്ത്യ കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ വന്ന് ഇന്ത്യ കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. അപ്പം സ്വർണത്തിൻ്റെയും വെള്ളിയുടെയൊക്കെ ആവശ്യമാണ് ഇന്ത്യക്കാർക്ക് എങ്കിൽ ഇന്ത്യക്കാർ നമ്മളെയാണ് കണ്ടുപിടിച്ചത് എന്നാണ് പറയേണ്ടത് എന്നാണ് വാസ്കോഡ ഗാമയും വിമിയോസോ പ്രഭുവും തമ്മിലുള്ള ഈ സംഭാഷണത്തിൽ പറയുന്നത്. അപ്പോൾ അക്കാലത്ത് എന്താണ്, യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നയം സ്വർണവും വെള്ളിയും നേടുക എന്നതായിരുന്നു. വിമിയോസോ പ്രഭു അത് പറയാനുള്ള കാരണം എന്താണ്, അക്കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നയം എന്ന് പറയുന്നത് സ്വർണവും വെള്ളിയും നേടുക എന്നതായിരുന്നു. സ്വർണവും വെള്ളിയും ഇന്ത്യക്കാർക്ക് നൽകേണ്ടി വരുമെന്ന് വാസ്കോഡ ഗാമയിൽ നിന്ന് അറിഞ്ഞപ്പോഴാണ് പ്രഭു ഇത്തരത്തിൽ പ്രതികരിച്ചത്. വ്യാപാരത്തിലൂടെ സ്വർണവും വെള്ളിയും നേടുക എന്നതിന് പ്രാധാന്യം നൽകുന്ന അക്കാലത്തെ സാമ്പത്തിക നയമാണ് മെർക്കന്റിലിസം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യക്കാർക്ക് സ്വർണവും വെള്ളിയുമാണ് വേണ്ടത് എന്നറിഞ്ഞപ്പോഴാണ് വിമിയോസോ പ്രഭു ഇങ്ങനെ പ്രതികരിച്ചത്. കാരണം എന്താണ്, അക്കാലത്ത് സ്വർണത്തിനും വെള്ളിക്കുമാണ് കൂടുതൽ പ്രാധാന്യം. അത് എത്രത്തോളം ഉണ്ടോ ആ രാജ്യങ്ങളാണ് സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടിയല്ലേ നമ്മൾ സ്ട്രഗിൾ ചെയ്യാൻ പോവുക. അപ്പോൾ ഇന്ത്യക്കാർക്ക് സ്വർണവും വെള്ളിയാണ് വേണ്ടത് എന്നറിഞ്ഞപ്പോഴാണ് വിമിയോസോ പ്രഭു അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്താണ് മെർക്കന്റിലിസം? വ്യാപാരത്തിലൂടെ സ്വർണവും വെള്ളിയും നേടുക എന്നതിന് പ്രാധാന്യം നൽകുന്ന അക്കാലത്തെ സാമ്പത്തിക നയത്തെയാണ് മെർക്കന്റിലിസം എന്നറിയപ്പെടുന്നത്. ഈ നയപ്രകാരം ഒരു രാജ്യത്തിൻ്റെ കൈവശമുള്ള സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ശേഖരമാണ് ആ രാജ്യത്തിൻ്റെ സമ്പത്തിനെ നിർണ്ണയിക്കുന്നത്. മെർക്കന്റിലിസം പ്രകാരം എന്താണ്, ഒരു രാജ്യത്തിൻ്റെ കൈവശമുള്ള സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ശേഖരമാണ് ആ രാജ്യത്തിൻ്റെ സമ്പത്തിനെ നിർണ്ണയിക്കുന്നത്. ഈ നയം പിന്തുടർന്ന രാജ്യങ്ങൾ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും രൂപത്തിൽ സമ്പത്ത് ശേഖരിക്കാൻ ഉത്സാഹിച്ചു. തങ്ങളുടെ രാജ്യത്തേക്കുള്ള ഇറക്കുമതി കുറക്കുകയും കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് തങ്ങളുടെ കൈവശമുള്ള സമ്പത്ത്, അതായത് സ്വർണവും വെള്ളിയും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പരമാവധി സമ്പത്ത് ആർജിക്കാനും കഴിയുമെന്നതാണ് മെർക്കന്റിലിസ്റ്റ് നയത്തിൻ്റെ സവിശേഷത. അപ്പോൾ എന്താണ്, ഒരു രാജ്യത്തിന് എത്രമാത്രം സ്വർണവും വെള്ളിയുമുള്ള ശേഖരമുണ്ടോ അത്രയും എന്താണ് ആ രാജ്യം പുരോഗമിച്ചു എന്നാണ് കരുതുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തിൽ മെർക്കന്റിലിസം എന്ന നയം വ്യക്തമാക്കുന്ന എന്താണ്, ഈ മെർക്കന്റിലിസം നയം പിന്തുടരുന്ന രാജ്യങ്ങൾ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും രൂപത്തിൽ സമ്പത്ത് ശേഖരിക്കാൻ മത്സരിക്കുകയാണ്. അവരുടെ രാജ്യത്തേക്കുള്ള ഇറക്കുമതി കുറക്കുകയും അതുപോലെ ഇവിടെ നിന്നുള്ള സാധനങ്ങൾ കയറ്റുമതി ചെയ്യൽ വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് തങ്ങളുടെ കൈവശമുള്ള സമ്പത്ത്, അതായത് സ്വർണവും വെള്ളിയും ഒക്കെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ഓരോ രാജ്യങ്ങളും പരമാവധി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പരമാവധി സമ്പത്ത് ആർജിക്കാനും കഴിയുമെന്നാണ് മെർക്കന്റിലിസ്റ്റ് നയത്തിൻ്റെ സവിശേഷത. ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ബുള്ളിയൻ നാണയം, ബുള്ളിയൻ കോയിൻ. സമ്പത്ത് എന്ന നിലക്ക് ശേഖരിച്ച സ്വർണം, വെള്ളി എന്നീ വിലപിടിപ്പുള്ള ലോഹങ്ങൾ ബുള്ളിയൻ എന്ന് വിളിക്കപ്പെട്ടു. സമ്പത്ത് എന്ന നിലക്ക് ശേഖരിച്ചിട്ടുള്ള സ്വർണം, വെള്ളി എന്നീ വിലപിടിപ്പുള്ള ലോഹങ്ങളൊക്കെ ബുള്ളിയൻ എന്നാണ് അറിയപ്പെട്ടത്.
ബുള്ളിയൻ നാണയത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളുടെ അളവും അതിൻ്റെ മൂല്യവുമാണ് വിനിമയത്തിന് പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ ബുള്ളിയൻ നാണയത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളുടെ അളവും അതിൻ്റെ മൂല്യവുമാണ് വിനിമയത്തിന് പരിഗണിക്കപ്പെടുന്നത്. ഉദാഹരണമായിട്ട് ഒരു സ്വർണ്ണ നാണയത്തിലെ സ്വർണത്തിൻ്റെ മൂല്യം അതിൻ്റെ വിനിമയ മൂല്യമായി പരിഗണിക്കുന്നതാണ് ബുള്ളിയൻ സമ്പ്രദായം എന്ന് പറയുന്നത്. അതാണ് ബുള്ളിയൻ സമ്പ്രദായം. ഇനി കൊളോണിയൽ നയങ്ങൾ. എന്താണ് കൊളോണിയൽ നയങ്ങൾ എന്ന് നോക്കാം. കോളനികളിൽ നിന്ന് പരമാവധി സമ്പത്ത് തങ്ങളുടെ രാജ്യങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ അധീശ രാജ്യങ്ങൾ നടപ്പിലാക്കുന്ന നയങ്ങളെയും തന്ത്രങ്ങളെയുമാണ് കൊളോണിയൽ നയങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ അധീശ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഒരു രാജ്യത്തിന് മേൽ ആധിപത്യം നേടുന്ന രാജ്യം, അതായത് പോർച്ചുഗീസാണോ മറ്റുള്ള രാജ്യങ്ങളുടെ ആധിപത്യം നേടുന്നത്, അപ്പോൾ പോർച്ചുഗീസാണ് അധീശ രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ കോളനികളിൽ നിന്ന് പരമാവധി സമ്പത്ത് തങ്ങളുടെ രാജ്യങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ അധീശ രാജ്യങ്ങൾ നടപ്പിലാക്കുന്ന നയങ്ങളെയും തന്ത്രങ്ങളെയുമാണ് കൊളോണിയൽ നയങ്ങൾ എന്ന് വിളിക്കുന്നത്. ഏഷ്യയിലെ സുഗന്ധദ്രവ്യങ്ങളുടെ വ്യാപാര കുത്തക അറബികളിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ കൊളോണിയൽ നയത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. ഈ നയപ്രകാരം കോളനികളിലെ വ്യാപാരം പോർച്ചുഗീസ് രാജാവിൻ്റെ കുത്തകയായി മാറി. മറ്റ് യൂറോപ്യൻ ശക്തികളെ ഈ വ്യാപാരത്തിൽ നിന്ന് അകറ്റി നിർത്താനും അവർ ശ്രമിച്ചു. ഇക്കാരണത്താൽ പോർച്ചുഗീസുകാരല്ലാത്ത യൂറോപ്പിലെ പോർച്ചുഗീസ് കപ്പലുകളിൽ യാത്ര ചെയ്യാൻ അവർ അനുവദിച്ചിരുന്നില്ല. അപ്പോൾ ഇവിടെ ഏഷ്യയിലെ സുഗന്ധദ്രവ്യങ്ങളുടെ വ്യാപാര കുത്തക അറബികളിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ കൊളോണിയൽ നയത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. ഈ നയപ്രകാരം കോളനികളുടെ വ്യാപാരം പോർച്ചുഗീസ് രാജാവിൻ്റെ കുത്തകയായി മാറി. മാത്രമല്ല മറ്റ് യൂറോപ്യൻ ശക്തികളെ ഈ വ്യാപാരത്തിൽ നിന്ന് അകറ്റി നിർത്താനും ഇവർ എന്ത് ചെയ്തു, ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കാരണം അവർക്ക് മാത്രം ഇല്ലേ ഇവിടെ ആധിപത്യം സ്ഥാപിക്കാൻ വൻ സമ്പത്ത് കൊള്ളയടിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് അവർ മറ്റുള്ളവരെയൊക്കെ ഇതിൽ നിന്നും അകറ്റിയത്. ഇക്കാരണത്താൽ എന്ത് ചെയ്തു, പോർച്ചുഗീസുകാരല്ലാത്ത യൂറോപ്പിലെ ഒന്നും പോർച്ചുഗീസ് കപ്പലുകളിൽ യാത്ര ചെയ്യാൻ അവർ അനുവദിച്ചിരുന്നില്ല. പോർച്ചുഗീസുകാരായവരെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കപ്പലുകളിൽ യാത്ര ചെയ്യാൻ അനുവദിച്ചിരുന്നുള്ളൂ. കാരണം എന്താണ്, പോർച്ചുഗീസുകാരല്ലാത്തവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എന്താണ് ഇവിടെ വന്ന് ഏഷ്യയിൽ വന്നിട്ട് കോളനികൾ സ്ഥാപിക്കുകയും അതുവഴി വ്യാപാര കുത്തകയൊക്കെ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യും അല്ലേ. അപ്പോൾ ഈ പോർച്ചുഗീസുകാരുടെ സ്ഥാനം അവിടെ അല്ലെങ്കിൽ അവരുടെ ലാഭം കുറയുന്നതിന് കാരണമാകും. സ്പെയിനും തങ്ങളുടെ കോളനികളെ രാജാവിൻ്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാക്കി. അമേരിക്കയിൽ നിന്നുള്ള സ്വർണവും വെള്ളിയും സ്പെയിനിലേക്ക് പരമാവധി എത്തിക്കാൻ അവർ ശ്രമിച്ചു. അപ്പോൾ സ്പെയിനും തങ്ങളുടെ കോളനികളെ എന്ത് ചെയ്തു, രാജാവിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലാക്കി അമേരിക്കയിൽ നിന്നുള്ള സ്വർണവും വെള്ളിയൊക്കെ സ്പെയിനിലേക്ക് പരമാവധി എത്തിക്കാൻ അവർ ശ്രമിച്ചു. ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ വഴിയാണ് വ്യാപാരം നടത്തിയിരുന്നത്. എന്നാൽ പോർച്ചുഗൽ, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ കോളനികളുമായുള്ള വ്യാപാരം രാജാക്കന്മാർ നേരിട്ടാണ് നടത്തിയിരുന്നത്. അപ്പോൾ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ വഴിയാണ് വ്യാപാരം നടത്തിയിരുന്നത്. എന്നാൽ പോർച്ചുഗൽ, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ കോളനികളുമായുള്ള വ്യാപാരം രാജാക്കന്മാർ നേരിട്ടാണ് നടത്തിയിരുന്നത്. രാജാക്കന്മാർ വ്യാപാരത്തിലൂടെ കൈവരിച്ച സാമ്പത്തിക ലാഭം കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്നതിനും മോടി പിടിപ്പിക്കുന്നതിനും വേണ്ടി ചെലവഴിച്ചു. കമ്പനികളാകട്ടെ അവർ സ്വന്തമാക്കിയ ലാഭം വീണ്ടും വ്യാപാരത്തിൽ നിക്ഷേപിച്ച് കൂടുതൽ വരുമാനം നേടി. അപ്പോൾ ഇവിടെ രാജാക്കന്മാരൊക്കെ വ്യാപാരത്തിലൂടെ കൈവരിച്ച സാമ്പത്തിക ലാഭം എന്ത് ചെയ്തു, കൊട്ടാരങ്ങൾ നിർമ്മിക്കാനും അതുപോലെ മോടി പിടിപ്പിക്കാനൊക്കെയാണ് ചെലവാക്കിയത്. എന്നാൽ കമ്പനികളാവട്ടെ അവർ സ്വന്തമാക്കിയ ലാഭം വീണ്ടും വ്യാപാരത്തിൽ നിക്ഷേപിച്ച് കൂടുതൽ വരുമാനം നേടാൻ ശ്രമിച്ചു. ഇത് ഇംഗ്ലണ്ടിൽ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ചു. ഇനി എന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി നോക്കാം. മൂലധനത്തിന്റെ ഏകീകരണത്തിന് പ്രാധാന്യം നൽകി രൂപീകരിക്കുന്നവയാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ. മൂലധനത്തിന്റെ ഏകീകരണത്തിന് പ്രാധാന്യം നൽകി രൂപീകരിക്കുന്നവയാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ. ഇവ വിവിധ സ്രോതസ്സുകളിൽ നിന്നും മൂലധനം ഏകീകരിക്കുകയും നിക്ഷേപത്തിന് സൗകര്യം ഒരുക്കുകയും ചെയ്യുന്നു. ഓരോ നിക്ഷേപകർക്കും ഇതിൻ്റെ ഓഹരി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. അടുത്തതാണ് കോളനിവൽക്കരണവും തദ്ദേശീയ ജനതയും. കോളനിവൽക്കരണവും തദ്ദേശീയ ജനതയും. അപ്പോൾ ഇവിടെ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. കപ്പലിലെത്തിയ ഞാൻ കണ്ടത് ഒന്നിച്ച് ചങ്ങലക്കിടപ്പെട്ട ഒരു ദുരവസ്ഥയും ദുഃഖവും മാത്രം പ്രതിഫലിക്കുന്ന മുഖഭാവമുള്ള ഒട്ടേറെ കറുത്ത വർഗ്ഗക്കാരെയാണ്. ഡെക്കിലേക്ക് വലിച്ചെറിയപ്പെട്ട എൻ്റെ മൂക്കിൽ ജീവിതത്തിലെ ഏറ്റവും രൂക്ഷഗന്ധം അടിച്ചു കയറി. തന്മൂലം ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ മരിക്കാൻ ആശിച്ചു പോയ എന്നെ ഒരു വെള്ളക്കാരൻ മലർത്തിക്കിടത്തി കാലുകൾ ബന്ധിച്ചു. മറ്റൊരാൾ എന്നെ ഭീകരമായി ചാട്ടയടിച്ചു. ഒരു ദിവസം ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്നവരിൽ ഒരുമിച്ച് വിലങ്ങ് വെക്കപ്പെട്ട 2 പേർ ഈ ദുരിത ജീവിതത്തേക്കാൾ മരണം തിരഞ്ഞെടുത്ത് കടലിലേക്ക് എടുത്തു ചാടി. രോഗം മൂലം ചങ്ങലയില്ലാതിരുന്ന മറ്റൊരാൾ പിന്നാലെ ചാടി.
അവരെ അനുഗമിക്കാൻ ആശിച്ച ഒട്ടേറെ പേർക്ക് അതിന് കഴിയാതിരുന്നത് കപ്പലധികാരികൾ തടഞ്ഞതുകൊണ്ട് മാത്രമാണ്. ആദ്യത്തെ 2 പേർ മുങ്ങി മരിച്ചു. മൂന്നാമനെ പിടികൂടിയ അധികാരികൾ മരണം ആശിച്ചതിൻ്റെ പേരിൽ അവരെ ചാട്ടയടിക്ക് വിധേയനാക്കി. നമ്മളിപ്പോൾ വായിച്ചത് ഒരു വിവരണമാണ്. അത് ആരുടെ വിവരണമാണ്? യൂറോപ്യൻ അടിമക്കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട അലൗദ ഇക്കിയോനോ എന്ന ആഫ്രിക്കൻ സ്വദേശിയുടെ വിവരണമാണിത്. യൂറോപ്യരുടെ കോളനിവൽക്കരണം തദ്ദേശീയ ജനതയുടെ മേൽ സൃഷ്ടിച്ച അനന്തരഫലങ്ങളിലൊന്നാണ് ആഫ്രിക്കയിലെ അടിമത്വവും അടിമ വ്യാപാരവും. അപ്പോൾ യൂറോപ്യരുടെ കോളനിവൽക്കരണം വഴി തദ്ദേശീയ ജനതയുടെ മേൽ സൃഷ്ടിച്ച ഒരു അനന്തരഫലങ്ങളിൽ ഒന്നാണ് എന്ത്? ആഫ്രിക്കയിലെ അടിമത്വവും അടിമ വ്യാപാരവും എന്നുള്ളത്. ഇനി എന്തൊക്കെയാണ് മറ്റു ഫലങ്ങൾ എന്ന് നോക്കാം. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കോളനികളുടെ സമ്പത്ത് ഒഴുകി. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കോളനികളിലെ സമ്പത്ത് ഒഴുകി. അതായത് കോളനികളിൽ നിന്ന് എന്താണ് വമ്പിച്ച സാധനങ്ങളൊക്കെ അവർ കയറ്റുമതി ചെയ്ത് അവരുടെ യൂറോപ്പിലേക്ക് ഒഴുക്കി കൊടുത്തു. അവിടെ കൊണ്ടുപോയി നല്ല വിലക്ക് വിൽക്കാൻ വേണ്ടിയിട്ട്. തദ്ദേശീയർക്ക് തങ്ങളുടെ പ്രദേശങ്ങൾക്കു മേലെയുള്ള സാമ്പത്തിക രാഷ്ട്രീയ അധികാരങ്ങൾ നഷ്ടപ്പെട്ടു. തദ്ദേശീയർക്ക് എന്ത് ചെയ്തു? തങ്ങളുടെ പ്രദേശങ്ങൾക്കു മേലെയുണ്ടായിരുന്ന സാമ്പത്തിക രാഷ്ട്രീയ അധികാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. കോളനികളിലെ തദ്ദേശീയ സംസ്കാരങ്ങൾ തകർച്ച നേരിട്ടു. മാത്രവുമല്ല കോളനികളിലെ തദ്ദേശീയമായിട്ടുള്ള സംസ്കാരങ്ങൾക്കൊക്കെ തകർച്ച നേരിട്ടു. കോളനികൾ പാശ്ചാത്യ ജീവിത രീതികളുടെ വ്യാപനമുണ്ടായി. ക്രിസ്തുമതം കോളനികളിൽ പ്രചരിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഇവരുടെ കോളനിവൽക്കരണം വഴി ഉണ്ടായിട്ടുള്ളത് എന്തൊക്കെയാണ്? ഒന്നാമത് ആഫ്രിക്കയിലെ അടിമത്വവും അടിമ വ്യാപാരവും ഒക്കെ അതിൻ്റെ അനന്തരഫലമാണ്. അതുകൂടാതെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കോളനികളിലുള്ള സമ്പത്ത് ഒഴുകി. അതുപോലെ ദേശീയർക്ക് തങ്ങളുടെ പ്രദേശങ്ങളിൽ മേലുള്ള സാമ്പത്തിക രാഷ്ട്രീയ അധികാരങ്ങൾ നഷ്ടപ്പെട്ടു. കോളനികളിലെ തദ്ദേശീയ സംസ്കാരങ്ങൾ തകർച്ച നേരിട്ടു. കോളനികളിൽ പാശ്ചാത്യ ജീവിത രീതികളുടെ വ്യാപനമുണ്ടായി. ക്രിസ്തുമതം കോളനികളിൽ പ്രചരിപ്പിക്കപ്പെട്ടു. അടുത്താണ് പുതുലോകം മാറുന്ന സാമ്പത്തിക ക്രമങ്ങൾ. പുതുലോകം മാറുന്ന സാമ്പത്തിക ക്രമങ്ങൾ. ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങൾ ആഗോള വ്യാപാര രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴി തുറന്ന കാര്യം നമ്മൾ പറഞ്ഞു. വ്യാപാര രംഗത്ത് നേരത്തെ മുതൽ പ്രവർത്തിച്ചിരുന്നവർ ഇതോടെ അതിസമ്പന്നരായി മാറി. അപ്പോൾ ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങൾ എന്ത് ചെയ്തു? ആഗോള വ്യാപാര രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്തി. ഇത് വ്യാപാര രംഗത്ത് നേരത്തെ മുതൽ പ്രവർത്തിച്ചിരുന്നവർ എന്ത് ചെയ്തു? ഇതോടെ അതിസമ്പന്നരായി മാറി. ഇവരെ കച്ചവട മുതലാളിമാർ എന്നാണ് വിളിച്ചിരുന്നത്. ഈ സമ്പദ് വ്യവസ്ഥയെ കച്ചവട മുതലാളിത്തം എന്നും വിളിക്കുന്നു. അപ്പോൾ വ്യാപാര രംഗത്ത് നേരത്തെ മുതൽ പ്രവർത്തിച്ചിരുന്നവരൊക്കെ എന്താണ്? ഈ ഒരു ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങൾ വഴി അതിസമ്പന്നരായി മാറി. ഇതുവരെ കച്ചവട മുതലാളിമാർ എന്നും ഈ സമ്പദ് വ്യവസ്ഥയെ കച്ചവട മുതലാളിത്തം എന്നും വിളിക്കുന്നു. കച്ചവട മുതലാളിമാർ ഗ്രാമീണ മേഖലയിൽ താമസിച്ചിരുന്ന കൈത്തൊഴിലുകാർക്ക് അസംസ്കൃത വസ്തുക്കൾ വിതരണം ചെയ്യുകയും കൈത്തൊഴിലുകാർ അവരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് ഉൽപ്പാദനം നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ കച്ചവട മുതലാളിമാർ എന്ത് ചെയ്തു? ഗ്രാമീണ മേഖലയിൽ താമസിച്ചിരുന്ന കൈത്തൊഴിലുകാർക്ക് അസംസ്കൃത വസ്തുക്കൾ വിതരണം ചെയ്തു. അല്ലേ? എന്തെങ്കിലും ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വസ്തുക്കളാണ് ഈ അസംസ്കൃത വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് വിതരണം ചെയ്യുകയും കൈത്തൊഴിലുകാർ അവരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് ഉൽപ്പാദനം നടത്തുകയും ചെയ്തിരുന്നു. കൈത്തൊഴിലുകാർക്ക് അവരുടെ സേവനത്തിന് പ്രതിഫലം നൽകിയ ശേഷം ഇവർ ഈ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിറ്റഴിക്കുകയും ലാഭം നേടുകയും ചെയ്തു. അപ്പോൾ ഈ കൈത്തൊഴിലുകാരുടെ കയ്യിൽ നിന്ന് എന്താണ്? ഇവർ തന്നെ വാങ്ങുന്നു ഉൽപ്പന്നങ്ങൾ, അതവർ വിറ്റഴിക്കുകയും വൻ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഉൽപ്പാദകരുടെയും ഉപഭോക്താക്കളുടെയും ഇടയിലെ മധ്യവർത്തികളായിട്ട് കച്ചവട മുതലാളിമാർ മാറി. കോളനിവൽക്കരണത്തിലൂടെ നേടിയ സമ്പത്ത് ഉപയോഗിച്ച് ഇംഗ്ലണ്ട് വ്യവസായശാലകൾ ആരംഭിച്ച കാര്യം നമ്മൾ പറഞ്ഞു. ഇങ്ങനെ സമ്പത്ത് നിക്ഷേപിച്ചവർ വ്യവസായശാലകളുടെ ഉടമസ്ഥരാവുകയും വൻതോതിൽ ലാഭം നേടുകയും ചെയ്തു. അപ്പോൾ കോളനിവൽക്കരണത്തിലൂടെ നേടിയ സമ്പത്ത് ഉപയോഗിച്ച് എന്ത് ചെയ്തു? ഇംഗ്ലണ്ട് വ്യവസായശാലകൾ നിർമ്മിച്ചു. ഇങ്ങനെ സമ്പത്ത് നിക്ഷേപിച്ചവരെന്ത് ചെയ്തു? വ്യവസായശാലകളുടെ ഉടമസ്ഥരാവുകയും വൻതോതിൽ ലാഭം നേടുകയും ചെയ്തു. ഇതോടെ കച്ചവട മുതലാളിത്തം വ്യാവസായിക മുതലാളിത്തത്തിന് വഴിതെളിയിച്ചു. ഇനി ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സ്പെയിനുകാരനായ ഹെർനൻ കോർട്ടസും സംഘവും മെക്സിക്കോയിലെ ആസ്ടെക്കുകളുടെ തലസ്ഥാനമായ ടെനോച്റ്റിലാനിൽ എത്തി. അപ്പോഴുള്ള രംഗമാണ് ചിത്രത്തിൽ കാണുന്നത്. തദ്ദേശീയർ അവർക്ക് ഭക്ഷണവും സമ്മാനങ്ങളും നൽകുന്നു. ചിത്രത്തിൽ ഹെർനൻ കോർട്ടസിന് സമീപം നിൽക്കുന്ന തദ്ദേശവാസിയായ ഡൊണ മരീനയായിരുന്നു ദ്വിഭാഷി. ഇത്തരം ദ്വിഭാഷികളുടെ സഹായത്തോടെയാണ് യൂറോപ്യർ തദ്ദേശീയരുമായി സംവദിച്ചിരുന്നത്. ആരുടെ സഹായത്തോടെയാണ്? ദ്വിഭാഷികളുടെ സഹായത്തോടെയാണ്. എങ്ങനെയാണ് കച്ചവട മുതലാളിത്തം വ്യവസായ മുതലാളിത്തത്തിലേക്ക് വഴിമാറിയതെന്നും പറഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? സമ്പത്ത് നിക്ഷേപിച്ചവർ വ്യവസായശാലകളുടെ ഉടമസ്ഥരാകുകയും വൻതോതിൽ ലാഭം നേടുകയും ചെയ്തു. ഇതോടെ കച്ചവട മുതലാളിത്തം എന്തിലേക്ക് മാറി? വ്യവസായിക മുതലാളിത്തത്തിലേക്ക് വഴിതെളിച്ചു എന്ന് പറഞ്ഞു. ഇനി വ്യവസായ വിപ്ലവത്തിലേക്ക് നോക്കാം.
ഫ്രഞ്ച് വിപ്ലവം യൂറോപ്പിൽ യുദ്ധത്തിൻ്റെ അഗ്നിക്ക് വഴിമാറുന്ന വേളയിൽ ചാനലിനപ്പുറത്ത്, അതായത് ഇംഗ്ലീഷ് ചാനലിനപ്പുറത്ത് പകൽ സൂര്യനെ തടഞ്ഞുകൊണ്ടും രാത്രി ആകാശത്തെ ഭാസുരമാക്കിക്കൊണ്ടും ഇംഗ്ലണ്ടിലെ ഫാക്ടറികളിലെ ചിമ്മിനികളിൽ നിന്ന് തീയും പുകയും ഉയർന്നു തുടങ്ങി. 18-ാം നൂറ്റാണ്ടോടുകൂടി ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്ന ഫാക്ടറികളെ കുറിച്ചുള്ള സൂചനയാണ് നമ്മളിവിടെ വായിച്ചത്. ഈ ഫാക്ടറി യന്ത്രങ്ങൾ ഉപയോഗിച്ച് വൻതോതിൽ ഉൽപ്പാദനം നടത്തി. ഉൽപാദന മേഖലകളിലേക്കുള്ള യന്ത്രങ്ങളുടെ കടന്നുവരവ് നിരവധി മാറ്റങ്ങൾ സൃഷ്ടിച്ചു. 18-ാം നൂറ്റാണ്ടോടുകൂടി ഇംഗ്ലണ്ടിൽ ഫാക്ടറികളൊക്കെ ഉയർന്നു വന്നു. ഈ ഫാക്ടറികൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് വൻതോതിൽ ഉൽപാദനം നടത്തി. ഉൽപാദന മേഖലയിലേക്കുള്ള യന്ത്രങ്ങളുടെ കടന്നുവരവ് നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നു. 1780-നും 1850-നും ഇടയിൽ ഉൽപാദന രംഗത്തുണ്ടായ ഇത്തരം മാറ്റങ്ങളെയാണ് വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്നത് എന്താണ്? യന്ത്രങ്ങളുടെ സഹായത്തോടെ വൻതോതിൽ ഉൽപാദനം നടത്താൻ സാധിച്ചു അല്ലേ. അപ്പോൾ ഈ ഉൽപാദന രംഗത്തുണ്ടായ ഇത്തരം മാറ്റങ്ങളെയാണ് നമ്മൾ വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്നത്. എന്ന് മുതലാണ് 1780-നും 1850-നും ഇടക്കാണ് ഈ വ്യവസായ വിപ്ലവം ഉണ്ടായിട്ടുള്ളത്. വ്യാവസായിക വിപ്ലവത്തിന്റെ ആരംഭം തുണി ഉൽപാദന മേഖലയിലായിരുന്നു വ്യവസായ വിപ്ലവത്തിന്റെ ആരംഭം. വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായി ഉണ്ടായ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉൽപാദനം യന്ത്രാധിഷ്ഠിതമായി. അതായത് ആദ്യമൊക്കെ ആളുകൾ കൈത്തൊഴിലായിരുന്നു അല്ലെ, കൈകൊണ്ട് ചെയ്തിരുന്ന ഉൽപാദനങ്ങളൊക്കെ പിന്നീട് യന്ത്രങ്ങൾക്ക് അധിഷ്ഠിതമായി. മെച്ചപ്പെട്ട ഇരുമ്പുരുക്ക് സാങ്കേതിക വിദ്യ വികസിക്കുകയും തൽഫലമായി മികച്ച ഉപകരണങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തു. മാത്രമല്ല ഇരുമ്പുരുക്ക് സാങ്കേതിക വിദ്യ വികസിക്കുകയും അതിൻ്റെ ഫലമായിട്ട് മികച്ച ഉപകരണങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തു. കൊണ്ട് ചെയ്താൽ പെട്ടെന്ന് സാധനങ്ങൾ റെഡി ആവൂലേ. നമ്മൾ കൈ കൊണ്ട് ചെയ്യുന്നതിനേക്കാളും മടങ്ങ് അല്ലേ, 10 മടങ്ങ് എളുപ്പത്തിൽ ചെയ്യാനാവും നമുക്ക് യന്ത്രങ്ങൾ കൊണ്ട്. അപ്പോൾ ഉൽപാദനം യന്ത്രാധിഷ്ഠിതമായി. മെച്ചപ്പെട്ട ഇരുമ്പ് സാങ്കേതിക വിദ്യ വികസിക്കുകയും തൽഫലമായി മികച്ച ഉപകരണങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തു. ഊർജ്ജ സ്രോതസ്സായി ആവി ഉപയോഗിച്ചു തുടങ്ങി. ഊർജത്തിന് വേണ്ടിയിട്ട് ആവി ഉപയോഗിച്ചു തുടങ്ങി. ഗതാഗത സൗകര്യങ്ങൾ വികസിച്ചു. ഉൽപാദനം കുടിലുകളിൽ നിന്നും ഫാക്ടറികളിലേക്ക് മാറി. അപ്പോൾ ഉൽപാദനം ആദ്യമൊക്കെ വീടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഉൽപാദനം കുടിലുകളിൽ നിന്ന് ഫാക്ടറിയിലേക്ക് മാറി. അപ്പോൾ ഇത്രയും വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലമായി ഉണ്ടായ മാറ്റങ്ങളാണ്. ഉൽപാദനം യന്ത്രാധിഷ്ഠിതമായി. മെച്ചപ്പെട്ട ഇരുമ്പുരുക്ക് സാങ്കേതിക വിദ്യ വികസിക്കുകയും തൽഫലമായി മികച്ച ഉപകരണങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തു. ഊർജ്ജ സ്രോതസ്സായിട്ട് ആവി ഉപയോഗിച്ചു തുടങ്ങി. ഗതാഗത സൗകര്യങ്ങൾ വികസിച്ചു. ഉൽപാദനം കുടിലുകളിൽ നിന്നും ഫാക്ടറികളിലേക്ക് മാറി. ഇനി ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കാർഷിക വിപ്ലവം. കാർഷിക വിപ്ലവം നോക്കാം. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ കാർഷിക രംഗത്തുണ്ടായ വലിയ മാറ്റങ്ങളെ സൂചിപ്പിക്കാനാണ് കാർഷിക വിപ്ലവം എന്ന പദം ഉപയോഗിക്കുന്നത്. കാർഷിക വിപ്ലവവുമായി പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ചെറിയ കൃഷിയിടങ്ങളെ കൂട്ടിച്ചേർത്ത് വലിയ കൃഷിയിടങ്ങളാക്കി വേലി കെട്ടി സംരക്ഷിച്ചു. അപ്പോൾ ചെറിയ കൃഷിയിടങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് വലിയ കൃഷിയിടങ്ങളാക്കി വേലി കെട്ടി സംരക്ഷിച്ചു. വിളമാറ്റ കൃഷി ആരംഭിച്ചു. പുതിയ കാർഷികോപകരണങ്ങളുടെ ഉപയോഗം. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഭക്ഷ്യോൽപാദനത്തിൽ വർധനവുണ്ടായി. അപ്പോൾ കാർഷിക മേഖലയിലുണ്ടായ വർധനവ് ഭക്ഷ്യോൽപാദനത്തിൽ വർധനവുണ്ടാക്കി. അപ്പോൾ വ്യവസായ വിപ്ലവം മനുഷ്യ ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങളും അതുപോലെ തന്നെ ദോഷകരമായ മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ എന്ന് നോക്കാം. നേട്ടങ്ങൾ, അതായത് ഗുണപരമായ നേട്ടങ്ങൾ അല്ലേ. ഫാക്ടറികൾ ഉദയം ചെയ്തു അല്ലേ. അതുപോലെ തന്നെ ഉൽപാദനം ഒരുപാട് വർദ്ധിച്ചു. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. നഗരങ്ങളുടെ ഉദയവും വ്യാപനവും ഉണ്ടായി. നാഗരിക ജീവിതം ഉണ്ടായി. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ വിപ്ലവാനന്തരം അല്ലെങ്കിൽ വ്യാവസായിക വിപ്ലവം കൊണ്ടുണ്ടായ നേട്ടങ്ങളാണ്. എന്തൊക്കെയാണ്? ഫാക്ടറികൾ ഉദയം ചെയ്തു. ഉൽപാദനത്തിൽ വർധനവുണ്ടായി. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. നഗരങ്ങളുടെ ഉദയവും വ്യാപനവും ഉണ്ടായി. നാഗരിക ജീവിതം ഉണ്ടായി. അതുപോലെ തന്നെ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളൊക്കെ ഉണ്ടായി. ഇനി എന്തൊക്കെയാണ് കോട്ടങ്ങൾ എന്ന് നോക്കാം. തൊഴിലാളികളെ ചൂഷണം ചെയ്യൽ. ഇത് വ്യാവസായിക വിപ്ലവം കൊണ്ടുണ്ടായ ഒരു കോട്ടമാണ്. തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. ദാരിദ്ര്യവും പകർച്ചവ്യാധിയും ഉണ്ടായി തുടങ്ങി. സ്ത്രീകൾക്കും കുട്ടികൾക്കും ദൈർഘ്യമേറിയ തൊഴിൽ സമയവും കുറഞ്ഞ വേതനവും കൊടുത്തു. അതുപോലെ ചേരികളുടെ ഉദയവും ഉണ്ടായി. തിരക്കേറിയതും ശുചിത്വമില്ലാത്തതുമായ നഗരങ്ങൾ സൃഷ്ടിച്ചു. നഗരങ്ങളിൽ തൊഴിലാളികൾക്ക് ദുരിത ജീവിതം ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ വ്യവസായ വിപ്ലവങ്ങൾ കൊണ്ടുള്ള ദോഷങ്ങളുമാണ് കേട്ടോ. അപ്പോൾ കോട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്, ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്.
സെൻറ്റ് ഗിൽസ് ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. സെൻറ്റ് ഗിൽസ് ഇവിടെ ഈ സെൻറ്റ് ഗിൽസ് എന്ന് പറഞ്ഞാൽ ഒരു ചേരി പ്രദേശത്തുള്ള ഒരു അനുഭവമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ലണ്ടൻ നഗരത്തിലെ സെൻറ്റ് ഗിൽസ് ചേരിയിലെ ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വെടിപ്പാക്കപ്പെടാത്ത കുട്ടികൾ, നീണ്ടു ചീകി ഒതുക്കാത്ത മുടിയുള്ള കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളെടുത്ത പുകവലിക്കുന്ന ഏറെയും അയർലൻഡിൽ നിന്ന് വന്ന ക്ഷീണിച്ച് അവശരായ പുരുഷന്മാർ, ഷൂവും കാലുറയും ഇല്ലാത്ത, മിക്കവാറും ഒരു കുഞ്ഞിനെ മാറത്തു ചേർത്തിട്ടുള്ള അരയോട് ചേർത്ത് ഒരു വള്ളി കൊണ്ട് കെട്ടിയ ഒറ്റയുടുപ്പ് മാത്രമിട്ട സ്ത്രീകൾ, ചെന്നായ്ക്കളെ പോലെയുള്ള നായ്ക്കൾ, ചീഞ്ഞ പച്ചക്കറികൾ ചിതറിക്കിടക്കുന്ന നടപ്പാതകൾ, ഉയരം കുറഞ്ഞ വീടുകൾ, തെരുവിന് കുറുകെ തൂക്കിയിട്ടിരിക്കുന്ന ലിനൻ, ജോലിക്കിടയിൽ സ്തംഭിച്ചു പോയ ജനത, ഷൂട്ടിംഗ് ജാക്കറ്റുകളുടെ അവശിഷ്ടങ്ങളുടെ ഇടയിലും ജനൽപാളികൾ ചാരിയും മുറ്റവും പാതയും തടസ്സപ്പെടുത്തി വിശ്രമിക്കുന്നവർ, അവർക്കു ചുറ്റും ഉറക്കമൊഴിഞ്ഞെന്നോണം തളർന്ന് അവശരായ ബാലന്മാർ, ബഹുജനങ്ങളും അവരുടെ ജീവനോപാധികളും തമ്മിലുള്ള ബന്ധം മുമ്പൊരിക്കലും ഇത്രയ്ക്ക് മോശമായിരുന്നില്ല. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. വ്യവസായവൽക്കരണത്തിൻ്റെ കോട്ടങ്ങൾ നമ്മൾ കണ്ടു അല്ലേ. വ്യവസായിക മുതലാളിത്ത ചൂഷണത്തിനെതിരെ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളും ആശയങ്ങളും ഉയർന്നു വന്നു. അപ്പോൾ വ്യവസായവൽക്കരണം കൊണ്ട് നിരവധി കോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്, വ്യവസായിക മുതലാളിത്ത ചൂഷണത്തിനെതിരെ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളും ആശയങ്ങളൊക്കെ ഉയർന്നു വന്നു. ഇതിൽ സുപ്രധാനമായിരുന്നു സോഷ്യലിസ്റ്റ് ആശയങ്ങൾ. വിഭവങ്ങളുടെ നീതിയുക്തമായ വിതരണവും ഉൽപാദനോപാധികളുടെ പൊതു ഉടമസ്ഥതയുമായിരുന്നു സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ കേന്ദ്രബിന്ദു. അപ്പോൾ ഈ കോട്ടകളൊക്കെ വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് കുറേ ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ദോഷങ്ങൾക്കെതിരെ അല്ലെങ്കിൽ വ്യവസായിക മുതലാളിത്ത ചൂഷണത്തിനെതിരെ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളും ആശയങ്ങളൊക്കെ ഉയർന്നു വരികയുണ്ടായി. ഇതിൽ പ്രധാനമായിരുന്നു സോഷ്യലിസ്റ്റ് ആശയങ്ങൾ. വിഭവങ്ങളുടെ നീതിയുക്തമായ വിതരണവും ഉൽപാദനോപാധികളുടെ പൊതു ഉടമസ്ഥതയുമായിരുന്നു സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ കേന്ദ്രബിന്ദു. ആദ്യകാലത്ത് ഒരു സങ്കല്പമോ സ്വപ്നമോ ആയിരുന്ന സോഷ്യലിസത്തെ പ്രായോഗികവും ശാസ്ത്രീയവുമായ ഒരു പ്രത്യയ ശാസ്ത്രമാക്കി മാറ്റിയത് കാൾ മാർക്സും ഫെഡറിക് ഏംഗൽസും ചേർന്നാണ്. അപ്പോൾ ഈ ഒരു രണ്ട് വ്യക്തികളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാൾ മാർക്സും ഫെഡറിക് ഏംഗൽസുമാണ് സോഷ്യലിസത്തെ പ്രായോഗികവും ശാസ്ത്രീയവുമായ ഒരു പ്രത്യയശാസ്ത്രമാക്കി മാറ്റിയത്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗം കൂടെ ആക്കിയിട്ട് കംപ്ലീറ്റ് ആക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.